ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ കൃപയാൽ ഈ പകൽക്കാലവും നമുക്കൊന്നിച്ചു കൂടി വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരു സാവകാശം കൂടി തന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായി കടന്നു വന്ന പ്രിയ സഹോദരി സഹോദരന്മാർ ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമാവത്തിൽ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒരു വാക്യശാലം വായിക്കാം. ഫിലിപ്പർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. മതി. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. കർത്താവിൽ സന്തോഷിക്കുന്ന നല്ല കാര്യമാണ്. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പണിയെടുക്കുന്നത്, എല്ലാവരും അധ്വാനിക്കുന്നത്, എല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാവരും ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട്. സന്തോഷിക്കുന്ന മുഖത്തെ കാണുമ്പോൾ ഒരു സന്തോഷം കാണുന്നവനും ഉണ്ടാകും. കോപാക്രാന്തനായിരിക്കുന്ന ഒരു മുഖത്തെ കാണുമ്പോൾ മുഖഭാവം നമുക്ക് കാണാൻ പറ്റും. മുഖഭാവം കൊണ്ട് നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരെയും. അപ്പോൾ കോപാക്രാന്തനായ ഒരു മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നും. ചിരിച്ചുകൊണ്ട് വരുന്ന ആളെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം, ഒരു സന്തോഷം മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അത് സന്തോഷിപ്പിക്കേണ്ട ഒരു പ്രത്യേക സ്വഭാവം. ദുഃഖഭാവത്തോടുകൂടിയിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ ഒരു ദുഃഖം പോലെ തോന്നും. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സന്തോഷിപ്പീൻ. ഈ അപ്പോസ്തലനായ പൗലോസ് സന്തോഷിപ്പീൻ എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സന്തോഷിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു. കർത്താവ് പിടിക്കുന്നത് വരെ സന്തോഷവാനായിരുന്നു. ക്രോധത്തോടെ, കോപത്തോടെ ആ മതത്തിൻ്റെ എതിരാളികളെന്ന് അവർ കരുതിയിരുന്നവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം സന്തോഷവാനായി. ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ച് പൂർണ്ണമായ വിദ്യാഭ്യാസം നേടിയ സമയത്ത് അദ്ദേഹം സന്തോഷവാനായിരുന്നു നമ്മുടെ ദൃഷ്ടിയിൽ. അതേസമയം കർത്താവ് പിടിച്ചതിന് ശേഷം പലപ്പോഴും ദുഃഖിതനായിരുന്നു നമ്മുടെ ദൃഷ്ടിയിൽ. പക്ഷേ അദ്ദേഹം പറയുന്നു സന്തോഷവാനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് സന്തോഷിപ്പീൻ. സുന്ദരൻ സാർ ഇവിടെ സംസാരിച്ച ഒരു കാര്യം പറഞ്ഞു. ഒരു വാക്യം പല പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോരോ മെസ്സേജ് നമുക്ക് കിട്ടിക്കും. ഒരു വാക്യം പല പ്രാവശ്യം വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഒരു മെസ്സേജ് കിട്ടും. ശ്രദ്ധയോടെയാണ് വായിക്കുന്നത്. പല പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ മെസ്സേജ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, ആ വാക്യത്തെ വെച്ച് നമുക്ക് നമ്മുടെ മനസ്സിന് കുത്തലുണ്ടായാൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം എന്നോട് ഇടപെട്ടതാണ്. അതല്ല, ഒന്നും തോന്നുന്നില്ല എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചുമില്ല, ദൈവം എന്നെ അറിഞ്ഞുമില്ല, ഞാൻ ദൈവത്തെയും കണ്ടില്ല. അപ്പോൾ ഈ ഓരോ വാക്യം വായിക്കുമ്പോഴും പ്രത്യേകം വരാൻ ഇങ്ങനെ ഓരോ മെസ്സേജ്, ഓരോ ആലോചന, ഓരോ സന്ദേശം നമുക്ക് കിട്ടുന്നുവെങ്കിൽ നാം അതിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. നിങ്ങളും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷിപ്പീൻ എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഫിലിപ്പർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ ലേഖനത്തിൽ. അവിടെ നിന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ നോക്കുമ്പോൾ, അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേല്യരോ ഞാനും അതെ, അവർ അബ്രഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ അധികം.
അപ്പോൾ തൻ്റെ യോഗ്യതകളെ കുറിച്ച് താൻ ആദ്യം പറയുമ്പോൾ ഞാനും അതെ എങ്ങനെയൊക്കെ നോക്കുമ്പോൾ, ലോകപ്രകാരം നോക്കുമ്പോൾ ആ എബ്രായനാണ്, ഇസ്രായേൽക്കാരനാണ്, ബെന്യാമീൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനോ ഞാനും അതെ, ഞാൻ മറ്റുള്ളവരെക്കാൾ വളരെ അധികമാണ്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു. ഇപ്പം 39 അടി 5 പ്രാവശ്യം. ഇനി 3 വട്ടം അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളിലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറപ്പിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നിവ അസാധാരണ സംഗതികൾ സഹിച്ചു. കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരവും എനിക്കുണ്ട്. ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഇത്രയും കഷ്ടപ്പാടുകൾ നമ്മൾ വായിച്ചപ്പോൾ വളരെ നിസ്സാരമായിട്ട് അങ്ങ് വായിച്ചു നോക്കി, ഇല്ലേ? ഒന്നുകുറെ 40 അടി 5 വട്ടം. അതിൻ്റെ വേദനയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, അതിൻ്റെ നാണക്കേടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അടിക്കുന്നത് ആരും കാണാതെയല്ല, പരസ്യമായി കെട്ടിയിട്ട് അതല്ലേ. ഈ ഒന്നുകുറെ 40 അടി 5 പ്രാവശ്യം വാങ്ങിക്കുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അദ്ദേഹത്തിന് സന്തോഷിപ്പീൻ എന്ന് പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങോട്ട് ആപത്തുകളുടെ പട്ടിക പറയുമ്പോൾ കള്ളന്മാരാലുള്ള ആപത്ത്. നമ്മുടെ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്കെങ്ങനെ ചിരിക്കാൻ പറ്റും? വീട്ടിൽ കയറി നമ്മുടെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ ചിരിച്ചുകൊണ്ട് കൊണ്ടുപോക്കോട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കള്ളന്മാരാലുള്ള ആപത്ത്, പിന്നെ നദികളിലുള്ള ആപത്ത്, അങ്ങനെ കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്. അതാണ് ഏറ്റവും വലിയ ആപത്ത്, കള്ള സഹോദരന്മാർ. പള്ള് അല്ലെങ്കിൽ ദോഷം പറയുന്ന കള്ള സഹോദരന്മാർ, ഇവരുടെ ആപത്ത് വലിയ ആപത്താണ്, ഭയങ്കര പരിഹാസത്തിന് ഇടയാകുന്ന ആപത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് സഹിച്ചത്. കൂടാതെ തണുപ്പ്, സർവ്വസഭകളെയും കുറിച്ച് താൻ ദൈവവചനം ശുശ്രൂഷിച്ച് സ്ഥാപിച്ച് നേടിയെടുത്ത സഹോദരന്മാരെക്കുറിച്ചും അവരുടെ കൂട്ടായ്മകളെക്കുറിച്ചും ഓർക്കുമ്പോഴുള്ള മനസ്സിലുള്ള ഭാരം, ആരെങ്കിലും തെറ്റിപ്പോയെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭാരം, ആരെങ്കിലും ദൈവസന്നിധി വഴിവിട്ട് നടക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭാരം, ആരെയെങ്കിലും പിശാച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഭാരം, ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ അതിനാലുള്ള ഭാരം, ആരെങ്കിലും കഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനാലുള്ള ഭാരം, ദൈവമക്കളോടുള്ള ജാതികളുടെ വെറുപ്പ് മൂലം ഉപദ്രവിക്കപ്പെടുന്നു എങ്കിൽ അതിനാലുള്ള ഭാരം. ഈ ഭാരം മുഴുവൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനെ എങ്ങനെ സന്തോഷിപ്പീൻ എന്ന് പറയാൻ കഴിയും? ഒറ്റ കാര്യത്തിൽ സന്തോഷിപ്പീൻ എന്ന് പറയാൻ കഴിയും, ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ സന്തോഷിപ്പാൻ വളരെയേറെയുണ്ട്. നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നീതിമാൻ എന്ന് പേര് ലഭിക്കപ്പെട്ട ഒരു മനുഷ്യനെ കാണാം, നോഹ. ഈ നോഹയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ദൈവത്താൽ നീതിമാൻ എന്ന പേര് ലഭിക്കപ്പെട്ടു. സന്തോഷിപ്പാൻ വകയുണ്ട്. ഈ നീതിമാനായ മനുഷ്യനെ ദൈവം വിളിച്ചിട്ട് ഒരു ജോലി ഏൽപ്പിച്ചു. അതിനു മുൻപ് അതിൻ്റെ വിശദ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവനും ചിന്താഗതികൾ ദൈവത്തിന് എതിരായിരിക്കുന്നു, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകുന്നു, ഞാൻ ഇവരെ മൊത്തമായി നശിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പലർക്കും പല അപകടങ്ങളും പല വിധത്തിലും ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ്
വളരെയേറെ നീറും. ദൈവമേ, ഇവരൊക്കെ നശിച്ചു പോയല്ലോ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെതല്ലാത്ത മുഴുവനും, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും ഒന്നിച്ച് ദൈവം നശിപ്പിച്ചു കളയും. അതിന് ദൈവത്തിന് മനസാക്ഷി കുത്തില്ല, ദൈവത്തിന് വേവലാതിയില്ല, ദൈവത്തിന് ആവലാതിയില്ല, ദൈവത്തിന് സങ്കടവുമില്ല. മനുഷ്യന്റെ പ്രവർത്തികൾ ദോഷമുള്ളവ എന്ന് കണ്ട ദൈവം മനുഷ്യവർഗത്തെ മൊത്തം നശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരാളെ നീതിമാനെന്ന് കണ്ടു, അവനെ വിളിച്ച് അവനൊരു ജോലി ചെയ്തു കൊടുത്തു. ഞാൻ നശിപ്പിക്കാൻ പോകുന്നു നീ ലോകത്തോട് വിളിച്ചു പറയണം. പറയുമ്പോൾ തന്നെ നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. ഗോഫർ മരം പറഞ്ഞു കൊടുത്തു, ഇന്ന മരം, വേറൊരു മരവും വേണ്ട. അതിൻ്റെ നീളം, വീതി, ഉയരം, പൊക്ക, ആഴം, ആദ്യം അകത്ത് പെട്ടികളും തട്ടുകളും ഉണ്ടാക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ പ്രസംഗിക്കുകയാണ്. മഴ പെയ്യും, വെള്ളം പൊങ്ങും, ഭൂമി നശിച്ചു പോകും. ഇതാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ദൈവത്തിൻ്റെ വഴി വിട്ട് നടക്കുന്ന ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരോടാണ് പ്രസംഗിച്ചത്. അവരാണ് ദൈവ വഴി വിട്ട് നടന്നവർ. ദൈവം അവരെക്കുറിച്ചാണ് അനുതപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം എടുത്തു നോക്കുമ്പോൾ അവിടെ കാണാം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് അനുതപിച്ചു. കാരണം അവൻ്റെ ഹൃദയ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളവയെന്ന് ദൈവം കണ്ടപ്പോഴാണ് ദൈവം അനുതപിച്ചത്. ഈ അനുതപിച്ച ദൈവം ഈ മനുഷ്യനെ നശിപ്പിക്കാൻ തയ്യാറെടുത്തു. അതിൻ്റെ മുന്നറിയിപ്പ് നോഹയിലൂടെ ദൈവം കൊടുത്തു. അപ്പോൾ എല്ലാവരും ഈ കിളവൻ എന്തോന്നായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വട്ടോ, ഇയാൾക്ക് വട്ട, മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം ചോദിച്ചു, ഇതെന്നാ. അതിൻ്റെ പേര് ഇതെന്നാന്ന് ചോദിച്ച സാധനത്തിൻ്റെ പേരാണ് മന്ന. അപ്പോൾ ഇതെന്താണ് എന്ന് ചോദ്യം അന്നുണ്ടായി. എന്താണ് മഴ? മഴയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു ലോകം. അന്ന് നിലം നനച്ചുകൊണ്ടിരുന്നത് മഞ്ഞു പൊങ്ങിയിട്ടായിരുന്നു. അങ്ങനെ സമ്പൽ സമൃദ്ധമായൊരു ഭൂമിയിൽ സന്തോഷവാന്മാരായി ജീവിച്ച ജനം അവരവരുടെ വഴിക്ക് നടന്നു. ഈ സന്തോഷം കിട്ടുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു പ്രത്യേക മാറ്റമാണ് നമ്മുടെ വഴി തിരഞ്ഞെടുക്കുക. എന്നോടൊരാൾ ചോദിച്ചു, ഈ ലോകത്തുള്ള എല്ലാം ദൈവമല്ലേ സൃഷ്ടിച്ചേ? അതെ. തെങ്ങും പനയും സൃഷ്ടിച്ചത് ദൈവമല്ലേ? അതെ. മുന്തിരിവള്ളി സൃഷ്ടിച്ചത് ദൈവമല്ലേ? അതെ. പിന്നെ അതിൽ നിന്ന് എടുക്കുന്ന ഉൽപ്പന്നം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ കാരണം എന്നാ? ഞങ്ങൾ പ്രസംഗിക്കുന്നില്ലോ. മദ്യപിക്കരുതെന്ന് പറഞ്ഞില്ലേ? മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ മദ്യം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടോ? ദൈവം തെങ്ങുണ്ടാക്കി, പനയുണ്ടാക്കി. അത് നേരവണ്ണം നടത്തിക്കൊണ്ട് പോകാനായിട്ടാണ്. അതിൽ നിന്ന് കള്ളി എത്തിയെടുത്ത് കുടിച്ച് അബോധാവസ്ഥയിലാവാൻ ദൈവം പറഞ്ഞിട്ടില്ല. മദ്യപിച്ചു മതോന്മത്തരാകരുത് എന്ന് വചനത്തിലുണ്ട്. നീ മദ്യപിക്കരുത്, കാരണം നീ മതോന്മത്തനാകും. മതോന്മത്തനായാൽ നിന്റെ മനസ്സ് നശിച്ചു പോകും, നിന്റെ ആരോഗ്യം നശിക്കും, നീ നശിച്ചു പോകും. അതുകൊണ്ട് നീ മദ്യപിച്ച് മതോന്മത്തനാകരുത്, മദ്യപിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുന്തിരിവള്ളിയിൽ നിന്ന് എടുക്കുന്നത് പിഴിഞ്ഞെടുത്ത് മുന്തിരിച്ചാറുണ്ടാക്കി കെട്ടിവെച്ച് അത് വീര്യം കൂടിക്കഴിയുമ്പോൾ അത് ലഹരി പിടിപ്പിക്കും. അത് പാടില്ല എന്നേ പറഞ്ഞു. അപ്പോൾ കഞ്ചാവ് ഒരു ഔഷധ സസ്യമാണ്. അത് ചില മരുന്നുകൾക്ക് ചേർക്കുന്ന സാധനമാണ്. ദൈവം ലോകത്തുണ്ടാക്കിയതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, തിന്മയ്ക്കായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ലോകത്തുണ്ടായിരുന്ന എല്ലാത്തും ദൈവം നശിപ്പിക്കാൻ തുടങ്ങി. ആരും കൂട്ടാക്കിയില്ല, ആരും ശ്രദ്ധിച്ചില്ല, ആരും കേട്ടില്ല. മുന്നറിയിപ്പുകളെ അവർ അവഗണിച്ചു കളഞ്ഞു. ഒരു വാക്യം വായിക്കുമ്പോൾ 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ ആലോചന ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴും ഓരോ ആലോചന കിട്ടും. ഇത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, സാറെന്താടാ എന്നോടാണോ പറയുന്നത്? ഇതെൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയത്. ഈ പെട്ടെന്ന് പിടികിട്ടുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് കുത്തിപ്പറയുകയാണ് എന്ന് ചിന്തിക്കരുത്.
ഏതോ ദൈവാത്മ ഒരു പ്രേരണ മൂലം അവിടെ ചെന്ന് പറ്റി എന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും കുത്തി പറയാനോ ഒന്നുമല്ല. എനിക്ക് കുത്തി പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. കുത്തി പ്രസംഗം ആരെയും കുത്തി പ്രസംഗിച്ചാലും എനിക്കിട്ട് മനസ്സിലാകുകയില്ല. അങ്ങനെ ഒരു കൃപദൈവം തന്നുകൊണ്ട് എങ്ങനെ കുത്തി പ്രസംഗിച്ചാലും എനിക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ഞാൻ അതിൽ ഇൻവോൾവഡ് അല്ല. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ പ്രസംഗശാസ്ത്രം പഠിപ്പിച്ചു. ഈ പ്രസംഗശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ ഒരു മിഷണറി കൃത്യമായി പറഞ്ഞു, കുത്തി പ്രസംഗിക്കരുത്. അപ്പോൾ അവിടെ ഇരുന്ന വേറൊരു ഞാനല്ല മറ്റൊരാൾ, ഞാൻ ഈ കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കുന്നിടത്തൊന്നും അധ്യാപകരുടെ അടുത്ത് കയറി വാഴ കഴിച്ച് മിടുക്കനാകാൻ നോക്കാറില്ല. ഒരാൾ ചോദിച്ചു, സാറേ ഉപദേശി അല്ല പാസ്റ്ററെ പ്രസംഗിക്കുമ്പോൾ ഇത് വന്നു പോകുന്നു, അതിനെന്താ ചെയ്യുക? നീ ചെയ്ത തെറ്റ് നിന്നോട് തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് പറയുമ്പോൾ മറ്റാരും അറിയുന്നില്ല, നീയും ദൈവവും മാത്രമേ അറിഞ്ഞൂ. അപ്പോൾ നിനക്കത് കുത്തിപ്രസംഗമായിട്ട് തോന്നുന്നു. കുത്തിപ്രസംഗമായിട്ടല്ല നോക്കേണ്ടത്, അത് നേരെ വണ്ണം നോക്കണം. ദൈവത്തോട് കൂടെ നടക്കുമ്പോഴൊരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും. കൂടെ നടക്കുമ്പോഴൊന്നും ഉണ്ടാകുകയില്ല. കാരണം തെറ്റ് ചെയ്തപ്പോഴാണ്. ആ തെറ്റാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എനിക്ക് രസകരമായി തോന്നിയ, ഞാൻ പലപ്പോഴും ഓർത്ത് ചിരിക്കാറുള്ള ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വതന്ത്ര ദൈവസഭയുണ്ട്. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിക്കാൻ എനിക്ക് സമയം തന്നു. 45 മിനിറ്റ് സമയം തന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ വീട്ടിലുള്ള വഴക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് പറഞ്ഞു. അന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കിട്ട് കുത്തുന്ന മരുമകളെ നിനക്കും കിട്ടും. കാരണം നിന്റെ മക്കൾ വളർന്നു വരും. അവർ വളർന്നു വരുമ്പോൾ നിന്റെ മകൻ വിവാഹിതനാകും. അവനൊരു മരുമകളെയും കൊണ്ട് വരും. നീ ഇന്ന് നിന്റെ അമ്മയെ കുത്തുന്നത് തവിക്കണമുണ്ടാ, അന്ന് നിനക്ക് ചട്ടുകവും കൊണ്ട് കുത്തു കിട്ടും. ഇത്രയൊക്കെ പറഞ്ഞു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇഷ്ടമായിരുന്നു. ഞാൻ പ്രസംഗം നിർത്തി. സഭായോഗം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവിടുത്തെ പാസ്റ്ററുടെ ഷർട്ടിന് ഇങ്ങനെ കയറി പിടിച്ചുകൊണ്ട്, നിങ്ങളിത് പറഞ്ഞു കൊടുത്തിട്ടില്ലേ അയാളിത് പ്രസംഗിച്ചത് എങ്ങാണ്ടൊന്നും വന്ന് പറഞ്ഞ് അയാൾ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞു? പ്രശ്നമായില്ലേ? താൻ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഇയാളെങ്ങനെ അറിഞ്ഞു? എങ്ങാണ്ടൊന്നും വന്ന് ഇയാളെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവിടെ ഈ പ്രശ്നം ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ തോന്നിയാൽ ദൈവത് എഴുന്നേറ്റൊന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. കാരണം നിങ്ങളാ കളന്ന് പിടികിട്ടും. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിന്നിരിക്കും. അതിന് ഞാൻ കുത്തി പ്രസംഗിച്ചു എന്ന് പറയേണ്ട. വചനം ഒരു വാക്യം പ്രാവശ്യം പ്രാപിച്ചാൽ ഒരു മെസ്സേജ് കിട്ടുമെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ മറ്റൊരു മെസ്സേജ് ആയിരിക്കും കിട്ടുക. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 50-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്നോട് എൻ്റെ അടുക്കൽ വരുവീൻ. അപ്പോൾ യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാർ വരും. ഇത് ഒരു പ്രാവശ്യം വായിച്ചു. അവസാനം ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ ഇത് വേദപുസ്തകം മുഴുവൻ ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്നെനിക്ക് തോന്നി. പല പ്രാവശ്യം വായിച്ചപ്പോൾ ഞാൻ കുറേയൊക്കെ കുറിച്ച് ആ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്ത് വെച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം വായിക്കുന്ന വാക്യം പല പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതുണ്ടാകും. ദൈവത്തോട് കൂടെ നടന്ന നോഹ, ഈ നോഹയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ദൈവമാണ് പറഞ്ഞത് നീ പറയാൻ. മറ്റുള്ളവർ കേട്ടു എന്നവർ എന്ത് പറഞ്ഞു? ഈ കളവിന് വട്ടാണെന്ന്. മഴയോ? അതല്ല. അവസാനം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ജനം ഇതാണോ മഴ? ഈ മഴത്തുള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഴ പെയ്യുമ്പോൾ നല്ല ചൂടത്ത്, വേനൽക്കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഒന്ന് ഇറങ്ങി നിന്ന് നോക്കണം. ഷർട്ടും മുണ്ടുമൊക്കെ ഷർട്ടുമൊക്കെ ബനീനുമൊക്കെ മാറിയിട്ടേച്ച് നല്ല തണുപ്പാണ്, ഐസിൻ്റെ തണുപ്പ്. ഇത് ഒരു മണിക്കൂറൊന്നും കൊള്ളാനൊന്നും ആരെ കൊണ്ട് സാധ്യമാകുകയില്ല. അപ്പോഴത്തേക്കും ആകെപ്പാടെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. വേനൽക്കാലത്താണെങ്കിൽ പോലും അത്രയും വലിയ മഴ പെയ്യാറുമില്ല.
പക്ഷേ ഇതുപോലത്തെ മഴയാണ് അന്ന് അവിടെ പെയ്തത് എന്ന് കണക്കാക്കുക. കാരണം അത് തണുപ്പുള്ള ദേശമാണ്, മഞ്ഞ് പൊങ്ങിയിട്ടാണ് ദേശം നനഞ്ഞുകൊണ്ടിരുന്നത്, നിലം നനഞ്ഞുകൊണ്ടിരുന്നത്. ആ മഞ്ഞിൻ്റെ വെള്ളത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഈ മഞ്ഞിൻ്റെ ഇത് ഏറ്റുകഴിഞ്ഞാൽ, കുട്ടികളായിരുന്നപ്പോൾ ഞാനിങ്ങനെ ചെറുപ്പകാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, മഴ പെയ്തപ്പോൾ ഓടിപ്പോയി മരത്തിൻ്റെ മുകളിൽ കയറണം. മരത്തിൻ്റെ മുകളിൽ കയറിയാലും എവിടെ കയറിയാലും വെള്ളം പൊങ്ങി നിൽക്കുന്ന 40 ദിവസത്തേക്കാണ്. അത്രയും താളം പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. ഇനി ഒത്താൽ തന്നെയും ചോട്ടി കിടക്കുന്ന വെള്ളം തണുത്ത വെള്ളമാണ്, അതിൽ വീണാൽ ചത്തിരിക്കും, ഉറപ്പാണ്. ഇത്രയും ദിവസവും മഴ നനഞ്ഞാലും പോക്ക് തന്നെയാണ്. അന്ന് മഴയുടെ ആവശ്യമില്ലായിരുന്നു, വെയിലിൻ്റെ ചൂടിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് മനുഷ്യന് വലിയ ഭയങ്കരമായ വീടുകളോ കൂടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രവൃത്തിയിൽ ദൈവത്തിന് സഹതാപം തോന്നിയില്ല. വെള്ളം മുങ്ങി എല്ലാവരും നീന്തി തുടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഓടിച്ചെന്ന് ഓരോരുത്തർ കഥകിൽ മുട്ടാൻ തുടങ്ങി. കഥക് തുറക്ക്, ഞങ്ങളും കയറണം, ഞങ്ങളും കയറണം. കഥക് അടച്ചുപോയി. അടച്ചത് ദൈവമാണ് അടച്ചത്. ദൈവം നിനക്കെതിരെ അടച്ച കഥകുകൾ തുറക്കാതിരിക്കുന്ന കഥകളാണ്. അത് അടയ്ക്കുന്നതിന് മുൻപ് അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് നിനക്ക് നല്ലത്. ഇല്ല എങ്കിൽ നിശ്ചയമായും നശിച്ചു പോകും. ആ പെട്ടകത്തിൽ നോഹയും നോഹയുടെ ഭാര്യയും 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും അടക്കം 8 പേരുണ്ടായിരുന്നു. മഴ പൊങ്ങി, മഴ പെയ്തു, വെള്ളം ഉയർന്നു, അതിൻ്റെ മുകളിൽ കൂടി പെട്ടകം ഒഴുകാൻ തുടങ്ങി. ആ സമയത്ത് നോഹയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ ദൈവ സാന്നിധ്യത്താൽ ഉണ്ടായ സന്തോഷം ചിന്തിച്ചു. എല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നശിച്ചു, തീർന്നു. വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. ഈ പൊങ്ങിയ വെള്ളത്തിൽ കൂടിയാണ് പെട്ടകം ചാഞ്ചാടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ദൈവസ്നേഹത്താൽ ഉണ്ടായ ആ സാന്നിധ്യം, ദൈവ സാന്നിധ്യത്താൽ ഉണ്ടായ സന്തോഷം മനസ്സിൽ നിറയുന്നത്. പക്ഷെ ഭീതിയുണ്ട് മനസ്സിൽ ഭീതി ഉണ്ടെങ്കിൽ പോലും ദൈവ സാന്നിധ്യം മൂലമുണ്ടായ സന്തോഷം. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായാൽ എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് പറയാൻ പറ്റും, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. കാരണം അദ്ദേഹത്തോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഏത് വന്നാലും, ചാട്ട വെച്ചടിച്ചാലും ശരി, കല്ലേറ് കൊണ്ടാലും ശരി, സഹോദരന്മാർ അപമാനിച്ചാലും ശരി, കള്ളന്മാർ എന്ത് ചെയ്താലും ശരി, മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയാലും, എന്ത് ചെയ്താലും ദൈവ സാന്നിധ്യം കൂടെയുള്ളത് കൊണ്ട് പറയാനൊക്കും, സന്തോഷിപ്പീൻ. അപ്പോൾ ആദ്യം നാം നേടിയെടുക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നാം ദുഃഖിതരാകാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, സന്തോഷിപ്പാൻ. നോഹയ്ക്ക് കിട്ടിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം യോസേഫിനുണ്ടായ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യോസേഫ് അപ്പന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നല്ല നിലയങ്കി അപ്പൻ ഉണ്ടാക്കി മകന് കൊടുത്തു. അത് ഇടുമ്പോൾ മകൻ നല്ല സന്തോഷവാനായിരുന്നു. മറ്റുള്ളവർക്ക് അസൂയയും കുശുമ്പും തോന്നി തുടങ്ങി. ഈ മകനോടുള്ള അപ്പൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർ അസൂയയാക്കി മാറ്റി. സഹോദരന്മാരെ കാണാൻ ചെന്ന സഹോദരനെ പിടിച്ച് അവരെ പൊട്ടക്കണാക്കി. അവൻ്റെ അങ്കി അവർ വലിച്ച് ഊരിയെടുത്ത് കീറി ആടിൻ്റെ ചോര മുക്കി അപ്പനെ കൊണ്ടേ കാണിച്ചു. അതിനു മുൻപ് അവർ മിസ്രൈമി കച്ചവടക്കാർക്ക് വിറ്റുക. ഈ വിറ്റ യോസഫ് പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ ഒരു ജോലിക്കാരനായി ചേർന്നു. അവിടെയും എത്തി പിശാചിൻ്റെ കരങ്ങൾ നിർഭാഗ്യവശാൽ ജയിലിൽ പോകേണ്ടി വന്നു. ഈ സമയത്തെല്ലാം യോസഫ് കരഞ്ഞു എന്ന് കാണുന്നില്ല. എന്നാലോ അയാളിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഒരു സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കരം നടത്തുന്നു എന്ന ചിന്ത ഉണ്ടായിരുന്നോ? ദൈവപൈതലാണെങ്കിൽ ഉണ്ടായിരിക്കും.
ആ ചിന്ത കൂടെ ഉള്ളപ്പോൾ സന്തോഷിപ്പീൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. അവർ എബ്രായരോ? ഞാനും അതെ. ഇന്ന് വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും ആ എബ്രായനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു വാക്യം പല പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പുതിയ 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 അറിവുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വളരെ ചുരുക്കമായ വായനയാണ്. വളരെ ചുരുക്കമായി സമയം ഉണ്ടെങ്കിലും ഇതങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് നാം ലോകപ്രകാരമുള്ള അനേക കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ലോകപ്രകാരമുണ്ടായ കാര്യങ്ങൾ ചിന്തിക്കരുത്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ലോകപ്രകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണം. അപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉണ്ടാകും, അറിവുണ്ട്. അറിവില്ലാത്ത ആളുകൾ എത്ര ധനികനായിരുന്നാലും ശരി മൂഢന്മാരാ. ഞങ്ങളുടെ നാട്ടിൽ കുറുപ്പമ്പടിയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അവർക്ക് ഏറെക്കുറെ ഒരു 55-60 വയസ്സുണ്ട്. എനിക്ക് തോന്നുന്നു മെരലിൻ്റെ ഇവിടം മുതൽ തോൾ വരെ വളയിട്ടും കൊണ്ടാണ് നടക്കുന്നത്. സ്വർണ്ണവള 2 കയ്യിൽ 10 വിരലുണ്ടെങ്കിൽ 15 മോതിരമുണ്ടായിരുന്നു അവർക്ക്. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, നമ്മുടെ ഇവിടെ കുറുപ്പമ്പടിയിലൊക്കെ പണ്ട് മുസ്ലിങ്ങൾ ഇറങ്ങി വന്ന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ആഭരണമൊക്കെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇന്ന് മുസ്ലിങ്ങളൊന്നും ഇല്ലേ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയും, വീട്ടിൽ അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴമ്മ അന്നത്തെ മുസ്ലിം പടയാളികളുടെ ഈ മോഷണത്തെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു തരാനിടയായി. അമ്മയ്ക്ക് കേട്ടറിവുള്ളത്. അങ്ങനെയാണ് പുളിമൂട്ടിൽക്കാരായ നമ്മളിവിടെ വരേണ്ടി വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈച്ചര വാര്യരുടെ പറമ്പിൽ താമസിച്ചുകൊണ്ട് ഈച്ചരം കൂടിയായി എന്നുള്ള കഥകളൊക്കെ അന്ന് അമ്മ പറഞ്ഞു. അതിനെക്കുറിച്ച് അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചനും പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ലോകപരമായ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവും എനിക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ എനിക്കതിനേക്കാൾ കൂടുതൽ അറിയേണ്ടത് സ്വർഗരാജ്യത്തിൻ്റെ ആ പശ്ചാത്തലമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ സന്തോഷം പതുക്കെ ഉണ്ടാകാൻ. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിലേ എന്തുണ്ടാകൂ? സന്തോഷം ഉണ്ടാകൂ. ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുകയില്ല. പരിപൂർണമായ സന്തോഷം വേണമെങ്കിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ പരിപൂർണമായ സന്തോഷം ഉണ്ടാകും. ഏതാപത്തിലും സന്തോഷം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നിങ്ങളെല്ലാവരും പലവട്ടം അത് കേട്ടിട്ടുള്ളതാണ്. അവർ ചെയ്ത തെറ്റ് ബിംബത്തെ ആരാധിച്ചില്ല എന്നുള്ളതാണ്. രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ആരാധിക്കാത്ത ബാലന്മാർക്കെതിരെ കൽപ്പന വന്നു. കൽപ്പന വരുന്നതിന് മുമ്പ് വിചാരണ നടന്നു. ഞാൻ കേൾക്കുന്നത് ശരിയാണോ എന്ന് ഈ ബാലന്മാരോട് രാജ്യത്തിലെ സർവാധികാരിയായ എല്ലാ അധികാരങ്ങളും കൈവശം വെച്ചിരിക്കുന്ന ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, ഞാൻ പറയുന്നത് കേൾക്കുക ശരിയാണ്? ഞാൻ കേൾക്കുന്നത് ശരിയാണ്? വേദപുസ്തകത്തിൽ അങ്ങനെയല്ല വാക്യം, ഞാൻ എൻ്റെ ഇതാണ് പറയുന്നത്. ഞാൻ കേൾക്കുന്നത് ശരിയാണോ? അവർക്കൊരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മഹാരാജാവേ, പൊന്നു തിരുമേനി, ഇതൊന്നും വിളിച്ചില്ല. നെബൂഖദ്നേസറേ, നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഞങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്നും തീച്ചുളയിൽ നിന്നും വിടുവിക്കാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിലും രാജാവിനെയോ രാജാവ് നിർത്തിയ ബിംബത്തെയോ നമസ്കരിക്കുകയില്ല. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ലഭിച്ച ആത്മധൈര്യം, ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച ആത്മധൈര്യം മൂലം മനസ്സിലുണ്ടായ സന്തോഷം നിങ്ങൾ ചിന്തിച്ചു. ഈ സന്തോഷത്തോടു കൂടി തീച്ചുളയിലേക്ക് എറിഞ്ഞപ്പോൾ തീച്ചുളയിൽ നടന്ന ബാലന്മാരുടെ വസ്ത്രം കരികയോ തലമുടി കരികയോ അവരുടെ ശരീരത്ത് തീയുടെ മണം പോലും ഉണ്ടായില്ല. അപ്പോഴുണ്ടായ ദൈവസാന്നിധ്യത്തിൽ ഉണ്ടായ സന്തോഷത്തെക്കുറിച്ചൊന്നും ചിന്തിക്കും. ഇത് പഠിച്ചിട്ടുള്ള പൗലോസിന് പറയാൻ കഴിയും, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ.
ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞിട്ട കഥയും നമുക്കറിയാം. രണ്ടോ മൂന്നോ നാലോ സിംഹങ്ങളുടെ നടുവിൽ ഒറ്റയ്ക്കിരിക്കുന്ന ദാനിയേൽ. ഈ ദാനിയേൽ ആ സമയത്ത് നന്നായി പരിഭ്രമിച്ചിട്ടുണ്ടാകാം, പേടിച്ചിട്ടുണ്ട്. മനുഷ്യനാണ്, പേടി വരും. കടിച്ചു കീറി തിന്നുന്ന സിംഹത്തിൻ്റെ നടുവിൽ, രണ്ടോ മൂന്നോ നാലോ എത്രയോ സിംഹങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ, അതൊരു രാത്രി മുഴുവനും ഇരിക്കുമ്പോൾ ശരിക്കും പേടിക്കും. നമ്മൾക്ക് ആണെങ്കിൽ അറ്റാക്ക് വന്ന് ചത്തുപോകും. പക്ഷേ അവിടെ ഒരു കാര്യം നടന്നു. അടുത്ത ദിവസം രാവിലെ രാജാവ് സിംഹക്കുഴിയുടെ വാതിക്കൽ ചെന്നുകൊണ്ട് വിളിച്ചു. എങ്ങനെയാ വിളിച്ചേ? ദാനിയേലേ എന്നാണോ വിളിച്ചേ? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. അപ്പോഴുണ്ടായ ആ ഹൃദയത്തിലുണ്ടായ തണുപ്പ്, ആ സന്തോഷം എത്ര ഭയങ്കരമായിരുന്നിരിക്കും, ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പം മറ്റുള്ളവരെ എൻ്റെ പേരിൽ എന്തൊക്കെയോ അവരൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരുടെ പറമ്പിൽ കയറിയുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് ഒരു പോലീസുകാരൻ വെച്ച്, ആ ദൈവദാസൻ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ, എനിക്ക് അന്നേരം ഉണ്ടായ ആ പ്രത്യേക അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അവിടെ ഇരുന്ന് സബ് ഇൻസ്പെക്ടറും മറ്റുള്ളവരെല്ലാവരും ദൈവദാസനും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ ചെയ്തില്ല സാർ എൻ്റെ പറമ്പിൽ വന്ന് നോക്കിക്കോ, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ പറയുന്നത് അസൂയ കൊണ്ട് പറയുന്നത്, ബുദ്ധിമുട്ട് കിടക്കുന്നു. ഞാൻ പെന്തക്കോസ്തുകാരനായതുകൊണ്ട് എനിക്കിട്ടൊരു പാര വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ട വഴി ഇതാ. അപ്പോൾ ഈ ദൈവദാസനെ എന്ന് വിളിച്ചുകൊണ്ടുപോയ പോലീസുകാരനോട് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെയല്ല, പിന്നെ ഇവൻ മാന്യനാണോ? ഇവൻ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ടുണ്ട്? ഇദ്ദേഹത്തെ ഇവർ കള്ളക്കേസ് വന്നിട്ടല്ലേ, ആദ്യമായിട്ടല്ലേ വന്നിരിക്കുന്നത്? അയ്യോ, ദൈവസാന്നിധ്യം രുചിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം. ഞാനിനി ഈ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അല്ല, ലോകപ്രകാരം സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ആട്ടുകുഞ്ഞ് കിണറ്റിപ്പോയി. കിണറെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ മത്തഞ്ചേട്ടൻ്റെ വീട്ടിലാണ് ഒരു പഴയ കിണർ. അത് മൂടി 3/4 പങ്ക് മൂടി. ഒരു 10 അടിയുള്ള ഒരു ഏണി വെച്ചാൽ കിണറ്റിൻ്റെക്ക് അപ്പം ഇറങ്ങാം, അത്ര ആഴത്തിലേക്കായി. ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ ആട്ടുകുഞ്ഞ് വീണത്. ആട്ടുകുഞ്ഞ് മുകളിലേക്ക് കൊണ്ട് നമ്മൾ വിളിക്കാൻ തുടങ്ങി. ആട്ടുകുഞ്ഞെന്ന് പറഞ്ഞാൽ മുളെ കൂടി മാറിയിട്ടില്ല, ആ പരുവത്തില്ല. എപ്പോഴും തുള്ളിച്ചാടി കളിച്ച് നടക്കുന്ന ആട്ടുകുഞ്ഞ്. ഇത് എന്നെ കണ്ടപ്പോഴും മുകളിലേക്ക് ചാടണോ എന്ത് ചെയ്യണോ അതിനെന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്നെ വിളിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് കോണിയൊക്കെ എടുത്തുകൊണ്ട് താഴെ ഇറങ്ങി. അപ്പോൾ ശകലം പൊക്കമുള്ള ഭാഗത്ത് നിൽക്കുന്ന ആട്ടും കുഞ്ഞ് എന്നെ കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാനതിനെടുത്ത് കരയ്ക്ക്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, അപ്പോൾ ആ ആട്ടും കുഞ്ഞിനുണ്ടായ സന്തോഷം എന്താ? ഇതുപോലെ തന്നെ മറ്റൊരവസരത്തിലൊരു പൂച്ചയാക്കി അതേ കിണറ്റിൽ വീണു. പൂച്ചയെ എടുക്കാനായിട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ ഈ പൂച്ച ആളെ കാണുമ്പോൾ പുറകോട്ട് മാറിപ്പോവുക. ആടോ ഇടയനെ കണ്ടപ്പോൾ ഓടി അടുത്തേക്ക് വന്നു. പൂച്ച മാറി പുറത്തേക്ക് പോയി. അതിനെ എടുത്തില്ല, അത് അവിടെ കിടന്ന് ചത്തുപോയി. നിങ്ങളുടെ ഇടയൻ നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മാറിപ്പോകുന്നു? നിങ്ങൾ കുറ്റവാളികളായതുകൊണ്ട്. അതുകൊണ്ട് കുറ്റവാളി അല്ലാതാകണം. ദൈവപൈതലായി തീരണം. ദൈവത്തെ കാണുമ്പോൾ, ഇടയനെ കാണുമ്പോൾ, നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ നിന്റെ ദൈവവുമായി അടുത്ത് ചെല്ലുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നീ അടുത്തേക്ക് ചെല്ലണം. കയറ്റാൻ പറ്റാത്ത വലിയ കുഴിയിൽ പെട്ട് കിടക്കുമ്പോൾ നീ നിന്റെ സ്നേഹിതനായ നിന്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ല്, സന്തോഷമുണ്ടാകും. പൂച്ചയെ പോലെ പുറകോട്ട് ഇടയനെ കാണുമ്പോൾ അതിന് ദിവസവും തീറ്റ കൊടുക്കുന്നത്. ചോറിനുമ്പോൾ എൻ്റെ മേശപ്പുറത്ത് വന്നിരുന്ന് ഞാൻ കൊടുക്കുന്ന ചോറ് തിന്നുന്ന സാധനമാണ് അത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ അത് പുറകോട്ടാണ് പോകുന്നത്. ഈ ഇതിൻ്റെ ഓടിച്ചിട്ട് പിടിച്ചാൽ ഇനി വല്ല കടിക്കുകയും ചെയ്യും, വിട്ടേക്കെന്ന് കരയിലിരുന്ന് വരുന്നവർ പറഞ്ഞപ്പോൾ ശരിയാ, ഈ ജന്തു പിടിച്ച് കടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ കിടാം. നിന്നെ തേടി വരുമ്പോൾ നീ ദൈവത്തെ വിട്ട് മാറി ഓടിപ്പോകുവാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ
ദൈവം നിന്നെയും വിട്ടുമാറിപ്പോകും. വാക്യമില്ലേ, അവനോട് അടുത്തു ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. അവനോട് അകന്നു പോയാൽ അവൻ നിങ്ങളോടും അകന്നു പോകും. നമ്മളെല്ലാം പഠിക്കും, പക്ഷെ നമ്മുടെ വിചാര സ്രോതസ്സുകളുടെ വലിപ്പ ചെറുപ്പം നിമിത്തം നാം ഏതിലെ പോകുന്നു, നമ്മുടെ മനസ്സ് എവിടെ പോകുന്നു എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല. നാം അതിനെ നിയന്ത്രിക്കാറില്ല, നാം ദൈവത്തോട് സഹകരിക്കാറില്ല, സഹവസിക്കാറില്ല. ആദ്യം ഞാൻ നോഹയെ കുറിച്ച് പറഞ്ഞു. ഒരപ്പൻ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചതുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ സന്തോഷിപ്പാനിടയായി. ഒരു വ്യക്തി തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ ആ കുടുംബത്തിന് സമാധാനം കിട്ടി. ദൈവസ്നേഹം നമ്മളിലേക്ക് അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എപ്പോഴും സന്തോഷിപ്പിക്കും. ഈ സന്തോഷം ഇല്ലാതെ പോകാനായിട്ടുള്ള കാരണം എന്താണ്? സദൃശവാക്യങ്ങളിൽ ഒരു 6-ാമത്തെ അധ്യായത്തിലാണെന്ന് കരുതുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്യം, 16 മുതൽ 19 വരെ, 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം യഹോവയ്ക്ക് അറപ്പാകുന്നു. 6 കാര്യം യഹോവ വെറുക്കുന്നു, അത് നിങ്ങളിൽ ഉണ്ടാകരുത്. 7 കാര്യം യഹോവയ്ക്ക് അറപ്പാണ്, യാതൊരു കാരണവശാലും ഇതൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ദൈവമാക്കി. 1, ഗർവമുള്ള കണ്ണ്. ഞാനിവിടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ അയാളുടെ കണ്ണിൻ്റെ ഭാവം നിലവാരമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗർവമുള്ള കണ്ണ്. 2-ാമത്തേത് വ്യാജമുള്ള നാവ്. വ്യാജമുള്ള നാവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടില്ല. പരദൂഷണം പറയുന്ന നാവ്. ഇവിടെ കേട്ടത് അങ്ങോട്ട് പറയും, അവിടെ കേട്ടത് അങ്ങോട്ട് പറയും. ഇത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ട്, പക്ഷേ സ്ത്രീകളിലാണ് കൂടുതൽ. ഈ കൂടുതൽ വെച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ സഭായോഗം കഴിയുമ്പോൾ തനിക്കിട്ട് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുമ്പോൾ അത് തൻ്റെ മനസ്സിന് കുത്തലുണ്ടാക്കി കഴിഞ്ഞാൽ ദൈവദാസൻ്റെ കൊങ്ങയ്ക്കല്ലാതെ പിന്നെ എവിടെയാ പിടിക്കുക? വ്യാജമുള്ള അധരത്തെ ദൈവം വെറുക്കുന്നു, അത് നിങ്ങളിൽ ഉണ്ടാകരുത്. വ്യാജമുള്ള നാവ് നിങ്ങളിൽ പാടില്ല. കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. കൊലപാതകം ചെയ്യുന്നതിനെ കുറിച്ച് കൽപ്പനകളിൽ കൂടി ആ പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട്. ഈ കൽപ്പന പാലിക്കാതെ കുറ്റം ചെയ്യാത്ത രക്തം ചൊരിയുന്ന കയ്യ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ഹൃദയം വളരെ ദുഷ്കരമായ സാധനം. അതിൻ്റെ അകത്ത് ഇല്ലാത്തതൊന്നുമില്ല. ദുരുപായം, മറ്റൊരുത്തനെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി, അപഹസിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി, ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി, അവൻ്റേത് കവർന്നെടുക്കാൻ വേണ്ടി, അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി, എന്തിനൊക്കെയാണ് ഹൃദയത്തിൽ ചിന്താഗതി വരുന്നത്? ഇങ്ങനെയുള്ള ഹൃദയം ദൈവം വെറുക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ വെറുക്കുന്നു? 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. 3, 4-ാമത്തേത് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. അടുത്ത ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്. ദോഷം ചെയ്യുവാനായിട്ടാണ് പലരുടെയും പോക്ക്. നന്മ ചെയ്യാൻ അറിഞ്ഞുകൂടാ, അത് മറന്നിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ പറയും കൊടുക്കരുത്. എനിക്കെതിരെ ഒരാൾ പറഞ്ഞ അവനും നമ്മളുമായിട്ടുള്ള ബന്ധം തന്നെ, അവനെന്തിനാ കൊടുക്കുന്നത്? അയാൾ ആരാ? പിന്നെ ആ കിട്ടൽ നിന്നു. പക്ഷേ അവിടെ കിട്ടാവുന്നപ്പോൾ ദൈവം മറ്റൊരു സ്ഥലത്ത് തന്നു. വചനം പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കിട്ടണമെങ്കിൽ, നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ആർക്ക് കൊടുക്കണം?
കൊടുക്കേണ്ടവന് വേണ്ട വിധത്തിൽ കൊടുക്കണം, സമ്പന്നന് കൊടുക്കരുത്. സമ്പന്നന് കൊടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മുട്ടുള്ളവനായിരിക്കും. ദരിദ്രനെ സ്നേഹിക്കുന്ന ദൈവം ദരിദ്രന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം വായിച്ചാൽ ആ വാക്യം അങ്ങോട്ട് പോകുമ്പോൾ പല വഴിക്കൂടെ പോകും. വ്യാജമുള്ള നാവും ഗർവുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം പ്രയോഗിക്കുന്ന ഹൃദയവും ഇത് നമ്മളിലുണ്ടാകും. ആ ദോഷം ചെയ്യുവാൻ ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലം നമ്മളിലുണ്ടാകരുത്. ഇത് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് കേട്ടു, വലത്തെ ചെവി കൊണ്ട് കേട്ട് ഇടത്തെ ചെവി കൊണ്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് എടുത്ത് വായിക്കണം. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും സാറ് പറഞ്ഞതുപോലെ ഒരു വാക്യം പല പ്രാവശ്യം വായിക്കുമ്പോൾ പല ആലോചനകൾ ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കും. എൻ്റെ ഭാര്യ ഈ അടുത്ത ദിവസം പറഞ്ഞു, നല്ല തണുപ്പും മഴയും ഒക്കെ ഉണ്ട്, പക്ഷേ രാത്രിയിൽ ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെയല്ലേ വേദോസം ഇരിക്കുന്നത്, എടുത്തു വെച്ച് വായിച്ചു. അപ്പോൾ ലൈറ്റ് ഇടണം. ചെറുക്കൻ്റെ ചെയ്യും, മൊബൈലിൽ ലൈറ്റ് എടുക്കുന്ന ഇത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അടിച്ചു നോക്കി വായിച്ചു. അപ്പോൾ കണ്ണടയും വെക്കണ്ടേ? എനിക്ക് സാമാന്യത്തിൽ ദേഷ്യം വന്ന്, വേണമെങ്കിൽ മതി, ഉറങ്ങണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നീ മിഴിച്ച് അവിടെ കിടന്നോ. പുള്ളിക്കാരത്തി അതെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എളുപ്പത്തിൽ ഉറങ്ങാൻ തുടങ്ങി. ദൈവവചനവുമായി നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ അതിനെ തടസ്സമിടാനായിട്ട് എന്ത് കാര്യമുണ്ടോ പിശാച് അത് നിങ്ങളിൽ കുത്തിവയ്ക്കും, നിങ്ങളെ ഓർക്കും. പണ്ട് ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞു കൊടുത്തു, രാത്രിയിൽ പ്രാർത്ഥിച്ചാൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ ഉറക്കം വരുമെന്ന്. അദ്ദേഹം അത് പ്രയോഗിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ രാത്രി? അയ്യോ, പ്രാർത്ഥിക്കാൻ ചെന്ന് കിടന്നാൽ മുമ്പ് ഉറങ്ങിപ്പോകും, പിന്നെ നേരം വെളുത്തിട്ടാണ് ഉറക്കം തെളിയുന്നത്. അപ്പം രാത്രിയിലെ പ്രാർത്ഥനയ്ക്കും ഇത്രയും കട്ടിയുണ്ട്. ദൈവത്തോട് അടുത്തു ചെല്ലുവേൻ, അവൻ നിങ്ങളോട് അടുത്തു വരും, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. എപ്പോഴും സന്തോഷിപ്പിക്കും. എപ്പോഴും സന്തോഷിപ്പാനുള്ള ഒരേ ഒരു മാർഗം ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലാതെ സന്തോഷിപ്പാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, ഞാനും നിങ്ങളോട് അത് തന്നെ പറയുന്നു. പക്ഷെ എന്തൊക്കെ ഉണ്ടാകരുത്? വ്യാജം, ഗർവുള്ള കണ്ണ്. എന്താ ഒരു സിനിമാ പാട്ടാണെന്ന് തോന്നുന്നു. ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തീ കൊളുത്താം, ചിരിച്ചില്ലേലും ചിരിച്ചാൽ എന്താ നഷ്ടം വരിക എന്നൊക്കെ ആ പാട്ടിലൊക്കെ അർത്ഥമുണ്ട്. ചിരിച്ചാൽ വല്ല നഷ്ടമുണ്ടോ? ചിലർ ചിരിക്കില്ല. പിന്നെ ചിലരുടെ സ്വഭാവം അതാ, ചിരിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ചിരിക്കണമെങ്കിൽ സന്തോഷമുള്ളൊരു ഹൃദയം ഉണ്ടാകും. എത്ര ഭയങ്കര ദുഷ്ടത നമ്മളോട് പ്രവർത്തിച്ച ആളെ കണ്ടാലും അയാളുടെ നേരെ ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ അയാൾക്ക് തോന്നും, ഇവൻ നമ്മോടടുത്ത് വരികയാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ടടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ നടത്തുന്നത്? എന്നോടൊരാൾ പറഞ്ഞു, മണിയടിച്ചു, എന്നെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, അയാൾ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ചിരിക്കാറുണ്ട്, മണിയടിച്ച് കൂടെ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇന്നയാൾ പറഞ്ഞെന്ന് പറഞ്ഞു, അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങ് ചിരിച്ചാലും ശരി, ഞാനിങ്ങനെ തിരിഞ്ഞു. അതും അയാൾക്ക് മനസ്സിലായി. അതിൻ്റെ പിന്നെ ഫലം എന്താണെന്ന് അറിഞ്ഞു. എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾ സന്തോഷഭരിതരാകും. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം ചൂണ്ടി പറയരുത്. പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ കുറ്റമൊക്കെ വന്നെന്നിരിക്കും. അത് കേട്ടിട്ടുണ്ടെങ്കിൽ വെൺമണിയിലെ ആ സഹോദരി ചെയ്തതുപോലെ പാസ്റ്ററുടെ കുത്തിന് കയറി പിടിച്ച് ആരാടാ ഇത് പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കരുത്. അപ്പോൾ ആളെ പിടികിട്ടും. അവിടെ ഈ കുഴപ്പം ഉണ്ടായി എന്ന് ആ സഭയിലുള്ളവരെല്ലാവരും അറിഞ്ഞത് ഈ സഹോദരി ബഹളം ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഇനി മൂലം ഇങ്ങോട്ട് പോരുകയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും തീർന്നു.
അതല്ല സന്തോഷം. സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ചിരിക്കാതിരിപ്പാൻ, സന്തോഷിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് കഴിയില്ല. ദുഃഖം വന്നാൽ സന്തോഷിക്കാം, പക്ഷെ ദുഃഖം വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകില്ല, ഉണ്ടാകും. കരയും, പക്ഷെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. ആ സന്തോഷം മറ്റുള്ളവർ കണ്ടില്ലെങ്കിലും സ്വയം അനുഭവിക്കാൻ ഒക്കും. കഷ്ടത വരുമ്പോൾ സന്തോഷിക്കാൻ ഒക്കും. കഷ്ടത നേരിട്ട് വരുമ്പോൾ സന്തോഷിക്കാൻ ഒക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ദൈവമേ സ്തോത്രം എന്ന് പറയുമ്പോൾ സന്തോഷം. ആരോട് പറയാനും ശരി, ഇന്നത് എൻ്റെ നേരെ വന്നതാണ്, ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു, ദൈവം എന്നെ രക്ഷിച്ചു, എന്തൊരു സന്തോഷം. എപ്പോഴും സന്തോഷിപ്പിക്കും. പക്ഷേ ഈ സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ പറയപ്പെട്ട 7 കാര്യം നമ്മിലുണ്ടാകരുത്. ആ 7 കാര്യങ്ങളിലേക്ക് വീണ്ടും നമുക്ക് വരാം. ഗർവുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. വ്യാജം പറയരുത്, കള്ളം പറയരുത്, മോഷ്ടിക്കരുത് ഒക്കെ കൽപ്പനകളുണ്ട് നമുക്ക്. പക്ഷെ കള്ളസാക്ഷി പറയും. ഈ ആലത്തൂർ കോടതിയിൽ ഒരു മനുഷ്യൻ്റെ അത്ര കാശ് കൊടുത്താൽ അയാൾ ആർക്കും വേണ്ടി എന്ത് കള്ളസാക്ഷിയും പറയും. കാശ് കിട്ടണം, കാശിന് വേണ്ടി കള്ളസാക്ഷി പറയാൻ. ഇനി ഈ പറയുന്നവനോ അവൻ ക്രിസ്ത്യാനി എന്ന് പേരുള്ളവനുമാണ്. വേറെ എന്തെങ്കിലും പേരായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാട്ടെ എന്ന് വയ്ക്കാം. ഇപ്പോൾ അവിടുത്തെ മജിസ്ട്രേറ്റിന് തന്നെ മനസ്സിലായി ഇവൻ കള്ളസാക്ഷിയാണ്. ഒരു പ്രാവശ്യം അയാളോട് പറഞ്ഞത്രേ, കോടതിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്രേ. ഞാൻ കണ്ടില്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ടു. കള്ളസാക്ഷി പറയരുത്. വചനമെടുക്കുമ്പോൾ വളരെ കൃത്യമായി യഹോവയായ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ നേരെ വിധി പറയുമ്പോൾ ഏകസാക്ഷി പാടില്ല, കണ്ട 2 സാക്ഷികളുടെ വാമൊഴി വേണം.